ഒരു പ്രഭാതത്തിലേക്കും മിറാക്കിൾ മോർണിംഗിലേക്കും ഏവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രഭാതവും നമുക്ക് പുതിയ പുഞ്ചിരിയുടെയും പുതിയ ലോകത്തിന്റെയും പുതിയ ചരിത്രം രചനയുടെയും ഭാഗമായി മാറുവാൻ നമുക്ക് സാധിക്കും. ഇപ്രകാരം നാം പറയാറുണ്ട്, ഫ്രം ദ ഡാർക്ക്നെസ് ലീഡ് മീ ടു ദ ലൈറ്റ്. അന്ധകാരത്ത് നിന്നും പ്രഭാതത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന്. ഒരു അന്ധകാരം മാറി ഒരു പ്രഭാതത്തിന്റെ പൊൻപുലരിയിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു പുതിയ ചിന്തയും പുതിയ പ്രസരിപ്പോടെയും കൂടി ഒരു ദിവസത്തെ നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ ഫാദർ മാത്യു കവിരായിൽ, സ്ഥലം തിരുവല്ല. ഏറെ സന്തോഷത്തോടും പാഷനേറ്റുമായിട്ടും ഫാമിലിയായി ഈ പ്രോജക്റ്റിനെ കാണുകയും സന്തോഷം അനുഭവത്തിലൂടെ അത്ഭുതങ്ങളെ രചിക്കുവാൻ, പുതിയ പുതിയ ചിന്തകളിലേക്കും പുതിയ ഉയരങ്ങളിലേക്ക് എത്തുവാൻ അക്ഷീണം പ്രയത്നിക്കുവാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെ ഈ മിറാക്കിൾ മോർണിംഗിലേക്ക് നിങ്ങൾ ഏവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മിറാക്കിൾ മോർണിംഗ് നമുക്ക് ഏറ്റവും അനുഗ്രഹമാക്കുവാനും അതിലുപരിയായി നമ്മുടെ ഇന്നത്തെ ഒരു പകൽക്കാലം പുതിയ ചിന്തകളെ രചിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അതിന്റെ സെഷൻ കൈകാര്യം ചെയ്യാൻ തക്കോണം ലഭിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറെ അഭിമാനപ്പെട്ടതുമായ കോതമംഗലം സ്വദേശിയായിരിക്കുന്ന ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ മിസ്റ്റർ സുരേഷ് കുമാർ സാർ ആണ്. ആ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുണ്ട്. കാരണം എൻ്റെ ഉയർച്ചയിൽ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രോജക്റ്റുമായി കണക്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ നന്മകളും ഉയർച്ചകളും ലഭിച്ചിട്ടുണ്ടോ അതൊക്കെയും അദ്ദേഹത്തിന്റെ വലിയ മോട്ടിവേഷനും വലിയ ചിന്തയുമാണ് എന്ന് പറയുന്നതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. ഈ മേഖലയിൽ ഒരു പരിചയമില്ലാത്ത എന്നെ കൈപിടിച്ചുയർത്തി അന്തസ്സോടെ നിർത്തുവാൻ, നാലാളുകളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ, അതിലുപരി വിജയത്തിന്റെ നെറുകയിൽ നിർത്തുവാൻ സാധിച്ച ഒരു വ്യക്തിത്വം എന്ന നിലയിൽ പ്രിയ സുരേഷ് കുമാർ സാറിനെയും മോണിക്ക മാഡത്തെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഓർത്ത്, ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും ഒരു സക്സസ്ഫുൾ എന്റർപ്രണറായി മാറിയ 6 വർഷത്തോളമായി ഈ മേഖലയിൽ ഈ പ്രോജക്റ്റുമായി കണക്ട് ചെയ്ത് നൂറുകണക്കിന് ആളുകളിലേക്ക് സമൃദ്ധി എത്തിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പ്രിയ സുരേഷ് കുമാർ സാർ. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഇന്ന് അനേകം ആളുകളിലേക്ക് സമൃദ്ധി എത്തിക്കുന്ന അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എല്ലാവരുടെയും നാമധേയത്തിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ് us വെൽക്കം മിസ്റ്റർ സുരേഷ് കുമാർ സാർ ഓൺ ദ പ്ലാറ്റ്ഫോം. സാറെ കേൾക്കാമോ? സാർ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്, പക്ഷേ വീഡിയോ ഓൺ ആവുന്നില്ല. ഓക്കെ സാറേ. ക്ലിയർ ആണല്ലോ, ഓഡിബിൾ ആണല്ലോ, വിസിബിൾ ആണല്ലോ ഫാദർ? അതെ സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷമുണ്ട് മിറാക്കിൾ മോർണിംഗിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് അടുത്തൊരു പ്രോഗ്രാമായിട്ട് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എന്തായാലും എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കില്ല എന്ന് പറയുന്ന പലതരത്തിലുള്ള സ്വപ്നങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ ബിസിനസ് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ സുപ്രഭാതം നമുക്ക് എല്ലാവർക്കും അറിയാം,
വളരെ നല്ലൊരു മെഡിറ്റേഷനോട് കൂടി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 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 ഷാമിങ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോ ഈ മിറാക്കിൾ മോർണിംഗ് ഈ ഒരു സെഷനിലേക്ക് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്ത് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്നത്തെ ഈ സെഷൻ വളരെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഉറപ്പായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് എനിക്ക് ഇന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈശ്വരനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്ന ലീഡേഴ്സിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി? അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ബിസിനസ്സിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഹൗ ടു സ്റ്റാർട്ട് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, വളരെ ക്ലിയറായ രീതിയിൽ നമ്മുടെ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ, ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യിക്കുമ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യത്തിനകത്ത് വളരെ നല്ലൊരു ക്ലാരിറ്റി പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല. ആ ക്ലാരിറ്റി നമുക്ക് വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ സെഷൻ ഒരിക്കൽ കൂടി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സ്റ്റാർട്ട് ചെയ്യണം? പലപ്പോഴും പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ധാരാളം മിസ്റ്റേക്സുകൾ നമ്മൾ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഒരാളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരാളെ ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഫാമിലിയെ ബ്രോൺസ് ഡയറക്ടറിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്? അപ്പൊ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഷെയർ ചെയ്യുന്ന പോയിന്റ്സുകൾ ഞാൻ പ്രാക്ടിക്കലി അത് ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് റിസൾട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടുമാണ് ഞാൻ അത് കറക്റ്റായിട്ട് നിങ്ങളോട് ഒരിക്കൽ കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് പ്ലാൻ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഫാമിലിയെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ക്യാഷ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ 24 hours തന്നെ നമ്മൾ ക്യാഷ് വാങ്ങിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ടത്. ഫസ്റ്റിലെ തന്നെ ക്യാഷ് അവരുടെ കളക്ട് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരാളെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ ഏറ്റവും എളുപ്പമാണ്. സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എങ്ങനെ അവരുടെ ക്യാഷ് നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. ആ ക്യാഷ് അവരുടെ നിന്ന് വാങ്ങിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് അവരെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റും. സോ അവര് സാധാരണ നമുക്കറിയാം, നമ്മൾ 100 PV ജോയിനിങ് പറയും, അല്ലെങ്കിൽ 5000 rupees ജോയിനിങ് പറയും, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് 8% ആയിട്ടുള്ള 10,000 rupees ജോയിനിങ് പറയും. ഇത് ഏത് ജോയിനിങ്ങിലേക്ക് അവർ വരണമെങ്കിലും ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. 10,000 രൂപയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ്, ഇൻസെന്റീവ് എത്ര കിട്ടും, പ്രോഡക്റ്റുകൾ എത്ര ഗിഫ്റ്റ് കിട്ടും, വൗച്ചർ 750 വൗച്ചർ കിട്ടും. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അത് 10,000 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 5,000 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 100 PV സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ റിട്ടേൺസ് കാണിച്ചു കൊടുത്താൽ പലപ്പോഴും നമുക്ക് 10,000 ജോയിനിങ്ങുകൾ കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സോ അതുകൊണ്ട് തന്നെ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ ആ ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞു നിൽക്കേണ്ടതില്ല. നമുക്ക് അവരുടെ പ്രോഡക്റ്റ് ഓർഡറുകളെല്ലാം കറക്റ്റ് ചെയ്ത പ്രോഡക്റ്റ് ഓർഡറിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. പ്രോഡക്റ്റ് ഓർഡർ എടുക്കുമ്പം അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അവർക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ അവർക്കൊരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് അവരോട് സെലക്ട് ചെയ്യാൻ പറയല്ല വേണ്ടത്. അപ്പൊ പ്രോഡക്റ്റുകൾ അവരെ നമ്മൾ കൂടെ കൂടിയിരുന്ന് ഒരു സെലക്ഷൻ നടത്തി അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് സെലക്ഷൻ നടത്തിയതിന് ശേഷം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മിക്കവാറും നമ്മുടെ ജോയിനിങ് ഫിസിക്കലായിട്ട് നമ്മൾ ഓഫീസിൽ പോയിട്ടായിരിക്കും ജോയിനിങ് വരിക. റയർ കേസുകളായിരിക്കും ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുക. ഫിസിക്കലായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ഫാമിലിയും നമ്മൾ കളക്ട് ചെയ്ത് അവരെയും കൂട്ടിയിട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തുക. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഓഫീസിൽ പോയി പർച്ചേസ് ചെയ്യുക. അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവരുടെ പ്രസൻസിൽ പർച്ചേസ് ചെയ്ത് അവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് പർച്ചേസ് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവരെ ഒന്ന് ശരിയായ രീതിയിൽ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാം, ഒരു വെൽക്കം കൊടുക്കുക. എന്താണ്, നമ്മുടെ വെസ്റ്റീജ് ഫാമിലിയിലേക്ക് അവരെ അസോസിയേറ്റ് ചെയ്തു, അതിനവരെ വെൽക്കം ചെയ്യാം. വെൽക്കം ചെയ്ത് നല്ല രീതിയിൽ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം ബിൽഡ് ചെയ്ത് അവിടെ നിന്ന് പർച്ചേസ് കഴിഞ്ഞ് ആ പ്രോഡക്റ്റിന്റെ ബോക്സ് പാക്ക് ചെയ്ത് അവരുടെ വാഹനത്തിലോ നമ്മുടെ വാഹനത്തിലോ കയറ്റി തിരികെ വരിക, അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക.
ആ പോകുന്ന പോക്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ സമയം കിട്ടിയെന്നിരിക്കില്ല. അവരൊരു മോർണിംഗ് ടൈം ആണെങ്കിൽ ആ മോർണിംഗ് ടൈമിൽ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. ഒരു ഈവനിങ് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യുക. ഈവനിങ്ങിൽ ഒരു ടൈം ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം. ആക്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് ആക്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്? ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അവർ സ്റ്റാർട്ട് ചെയ്ത് പ്രോഡക്റ്റ് കൊണ്ട് അവരുടെ വീട്ടിലെത്തി. നമ്മൾ ഈവനിങ്ങിൽ 6 മണിക്കാണ് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കേണ്ടത് അവരുടെ പ്രോഡക്റ്റിന്റെ എക്സ്പ്ലനേഷനും ആക്ടിവേഷനൊക്കെ വേണ്ടിയിട്ട്. 6 മണിക്ക് നമ്മൾ നമ്മുടെ അപ്ലൈനും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലെ ഷാർപ്പ് സമയത്ത് ചെല്ലണം. അപ്പോയിന്റ്മെന്റ് എടുത്ത് ടൈമിൽ വേണം ആക്ടിവേഷൻ നമ്മൾ പോകാനായിട്ട്. നമുക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ പോയി ആക്ടിവേഷൻ ചെയ്യരുത്. ക്യാഷ് അവരുടെ ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ ക്യാഷ് കിട്ടിയാൽ 24 അവേഴ്സിനുള്ളിൽ പർച്ചേസ് നടന്നിരിക്കണം. ആ 24 അവേഴ്സിനുള്ളിൽ ആക്ടിവേഷനും നടന്നിരിക്കണം. ഇതാണ് ഏറ്റവും, കാരണം ആ ന്യൂ ഡിസ്ട്രിബ്യൂട്ടറെ എക്സൈറ്റ്മെന്റിന് താഴെ പോകുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിരിക്കണം. സോ രണ്ടാമത് അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് നമ്മൾ മേജറായിട്ട് ചെയ്യേണ്ടത്? ആ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് എടുത്തെടുത്ത് പറയാനുള്ളത്. സോ വെരി ഫസ്റ്റ് പോയിന്റ്, ഈ പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ ജോയിനിങ് ആക്കി അവരുടെ വീട്ടിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് വൈകിട്ട് 6 മണിക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട പരിപാടി അവരുമായിട്ട് അവരുടെ ഗസ്റ്റ് റൂമിലോ അല്ലെങ്കിൽ എന്താ പറയുക ഡൈനിങ് ടേബിളിനോടൊപ്പം അവരുമായിട്ട് അവർക്ക് ഏറ്റവും ഉതകുന്ന ഒരു പ്ലേസ് സെലക്ട് ചെയ്ത് അവിടെ ഒരു ടേബിളിൽ റൗണ്ടിൽ ഇരുന്ന് അവർ തീർച്ചയായിട്ടും നമുക്ക് ഒരു കപ്പ് ടീ തന്നിരിക്കും. ഒരു ചായ കുടിച്ച് അവരുമായിട്ട് ഒരു സൗഹൃദം പങ്കിടുക. ആദ്യത്തെ ജോലി ഏതാണ്? പരിചയപ്പെടുക, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയും ബിസിനസിനെ പറ്റിയും പറയാതിരിക്കുക. അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുക. ഇതാണ് വെരി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പോയിന്റ്. ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ പകുതി പ്രോസസ്സ് അവിടെ വെച്ച് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ട ടൂൾസുകൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. മെറ്റീരിയൽസുകൾ, വിന്നിംഗ് ടീമിന്റെ ടൂൾസുകൾ ധാരാളമുണ്ട്. എന്തൊക്കെയാണ് വിന്നിംഗ് ടീമിന്റെ ടൂൾസുകളായിട്ടുള്ളത്? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മലയാള ബ്രോഷറുകളെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കയ്യിലെടുത്തോളണം. റോഡ് മാപ്പ് ടു സക്സസ്, അറ്റ്ലീസ്റ്റ് ആ ബുക്കെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഓഫീസിൽ നിന്നും പ്രോഡക്റ്റിന്റെ ഓർഡർ ഫോം വാങ്ങിച്ച് അത് നമ്മൾ കയ്യിലൊന്ന് വച്ചിരിക്കണം. പുതിയ പ്രോഡക്റ്റിന്റെ ബ്രോഷർ ബുക്ക്ലെറ്റ് ഓഫീസിൽ നിന്ന് കിട്ടും, അതൊന്ന് കളക്ട് ചെയ്ത് അവരുടെ കയ്യിലിരിക്കണം. അല്ലെങ്കിൽ വിന്നിംഗ് ടീമിന്റെ സ്റ്റാർട്ടർ പാക്ക് നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ആ സ്റ്റാർട്ടർ പാക്ക് അങ്ങനെ തന്നെ അവരുടെ കൈകളിൽ എത്തിച്ചിരിക്കണം. സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് ടൂൾസ് കൊടുത്ത് വേണം അവരെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ. വിന്നിംഗ് ടീമിന്റെ ടൂൾസും വെസ്റ്റീജ് കമ്പനിയുടെ ടൂൾസും അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ആ ടൂൾസ് കൊടുത്ത് വേണം അവരെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ. അപ്പൊ എല്ലാ ടൂൾസുകളും, വാട്ടർ പ്യൂരിഫയറിന്റെ ബ്രോഷർ, അഗ്രി പ്രോഡക്ട്സിന്റെ ബ്രോഷറുകള്, കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ ബ്രോഷറുകൾ, എല്ലാ മെറ്റീരിയൽസുകളും 1ഉം 2ഉം പീസുകൾ നമ്മൾ കളക്ട് ചെയ്ത് അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം അവർക്ക് നമ്മൾ കൊടുക്കണം. പറ്റുമെങ്കിൽ നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവർക്കൊരു ഡയറി ഗിഫ്റ്റ് ചെയ്താൽ പോലും തെറ്റില്ല. അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു ഡയറി നമ്മൾ എടുക്കാൻ പറയണം. സോ ആ ഡയറിയും കൂടെ അവരെ കൂടെ എടുത്ത് നമ്മൾ ആ ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ചായ എല്ലാം കുടിച്ചതിന് ശേഷം ആദ്യത്തെ ജോലി പ്രോഡക്റ്റ് ബോക്സ് ഹാൻഡ് ഓവറിംഗ് സെറമണി അവിടെ നടക്കണം. നമ്മൾ ഔദ്യോഗികമായിട്ട് അവരുടെ വിശ്വാസപ്രകാരം, അവര് ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ്, അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രോഡക്റ്റ് ബോക്സ് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുക. പറ്റുമെങ്കിൽ അതിന്റെ ഫോട്ടോ വയ്ക്കുന്നത് എടുത്തു വെക്കുക. ആ ഒരു പ്രോസസ് ഒരു ഈശ്വര ചൈതന്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ്. നമ്മുടെ വീട്ടിൽ നിന്നും തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ആ പ്രോഡക്റ്റുകളെല്ലാം ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. കംപ്ലീറ്റ് പ്രോഡക്ട്സുകളും ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അവരുടെ ഡയറി എടുത്ത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവരുടെ ഡയറിയിൽ എഴുതിയെടുക്കാൻ പറയണം. നമ്മൾ ഓരോരോ പ്രോഡക്ട്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ നോട്ട് എഴുതിയെടുക്കാൻ പറയണം. മുഴുവൻ പ്രോഡക്റ്റുകളെ പറ്റി അവർ വാങ്ങിച്ചിരിക്കുന്ന 10,000 ആണ് 5,000 ആണ് പ്രോഡക്റ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കണം. അതെല്ലാം നമ്മൾ അവർ നോട്ട് എഴുതിയെടുക്കാൻ പറയണം. അവർ വാങ്ങുന്നതിൽ സപ്ലിമെന്റ്സ് കുറവാണെങ്കിൽ സപ്ലിമെന്റ്സിനെ പറ്റി കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അടുത്ത പർച്ചേസിന് സപ്ലിമെന്റ് എടുക്കാൻ പാകത്തിന്. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറിനെ പറ്റി, അഗ്രി പ്രോഡക്ട്സ് അവർ എടുത്തിട്ടില്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, നെക്സ്റ്റ് റൗണ്ടിൽ അവരത് പർച്ചേസ് ചെയ്യാനായിട്ട്.
ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും. ദെൻ അതിനുശേഷം അവര് പ്രോഡക്റ്റ് എല്ലാം അവർ മനസ്സിലാക്കി ബിസിനസ് റൈറ്റ് ബിസിനസ് ആണ്, വെസ്റ്റീജ് ഈസ് ദ റൈറ്റ് വേ, അത് അവരോടൊന്ന് പറയുക. അവരുടെ പ്രൊഫഷന് ഈക്വലന്റ് ആയിട്ട് പാരലൽ ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അവരെ ധരിപ്പിക്കുക. അത് വളരെ ക്ലിയർ ആയിട്ട് അവരെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവും അവരുടെ പ്രൊഫഷന് തുല്യമായിട്ട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ജീവിതത്തിൽ എവിടം വരെ വേണമെങ്കിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം അവർക്ക് എത്താൻ പറ്റും. അവരുടെ പ്രൊഫഷൻ കൊണ്ട് നേടാൻ പറ്റാത്ത സ്വപ്നങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും ഒരു അവസ്ഥ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു റിസൾട്ടായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ആക്ടിവേഷന്റെ പ്രോസസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ, പ്രോഡക്റ്റിന്റെ കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. സോ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട രീതികളും അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ കൊളീഗിനോ നിങ്ങൾക്ക് റെഫറൽ സെയിൽസ് റെക്കമെൻഡ് ചെയ്ത ഒരു പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ കിട്ടുന്ന പ്രോഫിറ്റ് അവരെ വർക്കൗട്ട് ചെയ്ത് കാണിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, റെക്കമെൻഡ് ചെയ്യാം. കാരണം ഒരു സർവീസ് മൈൻഡഡ് ആയിട്ട് നമ്മൾ മാറുന്നത് എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണ് സർവീസ് മൈൻഡഡ് ആയിട്ട് മാറുന്നത് നല്ലത്? ഉൽപ്പന്നങ്ങൾ അവരെ കൊണ്ട് വിൽപ്പന ചെയ്യിപ്പിക്കലാണ് നമ്മളുടെ ജോലി. പക്ഷെ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ട് വിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രോഡക്റ്റ് വിൽക്കണമോ എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വരരുത്. സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. നമ്മുടെ വീടിനടുത്തുള്ള അറ്റ്ലീസ്റ്റ് 10 ഫാമിലിയിലെങ്കിലും വെസ്റ്റീജിന്റെ ഉൽപ്പന്നങ്ങളുടെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കണം എന്നൊരു ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവർ അത്തരത്തിൽ അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു കസ്റ്റമർ സർക്കിളിനെ ഉണ്ടാക്കുന്ന ഒരു കാര്യം ആ സമയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഒരു പക്ക സെയിൽസ് ആയിട്ട് പറയരുത്, നമ്മൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സർവീസ് മൈൻഡഡ് ആയിരിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സോ ഈ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി മനസ്സിലായി. ഒരു വേണ്ടപ്പെട്ട ഒരു കസിനോ ഫ്രണ്ടിന് ഷെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അടുത്തൊരു പോയിന്റ്, കൺസിസ്റ്റൻസി ഓഫറും അതിന്റെ പ്രോഫിറ്റിനെ പറ്റിയിട്ട് അവരെ വളരെ കറക്റ്റ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം. കൺസിസ്റ്റൻസി ഓഫർ വളരെ കറക്റ്റ് ആയിട്ട് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാവും. എവറി മന്ത് അവർ 100 PV എങ്കിലും കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റിന്റെ പർച്ചേസ് അവിടെ നടക്കും. സോ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇത്തരം കാര്യങ്ങൾ കൊടുക്കാം ഒരു സൈഡ്. അനദർ സൈഡ് ബിസിനസിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്യാം. എന്താണ് വെസ്റ്റീജ് ബിസിനസ്? നമ്മൾ പ്ലാൻ കേട്ടിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരിക്കൽ കൂടി ഈ ബിസിനസിന്റെ അട്രാക്ഷൻ, ഈ ബിസിനസ്സിൽ വന്നാൽ കിട്ടുന്ന ഫ്രൂട്ട്സുകൾ എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സുകൾ, ഇതെല്ലാം മനസ്സിലാക്കുക. ഇതിൽ വന്നാൽ കിട്ടുന്ന പാസീവ് ഇൻകത്തിന്റെയും അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻകത്തിന്റെയും ഡിഫറൻസ്, ഇതെല്ലാം ഒരിക്കൽ കൂടി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കൽ കൂടി അവരിൽ കൂടുതൽ ഇൻജെക്ട് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ നമ്മൾ ബിസിനസിനെ പറ്റിയിട്ട് പറയുന്നു, ബിസിനസിന്റെ ഫ്യൂച്ചറിനെ പറ്റി പറയുന്നു, നമുക്കൊരു റിട്ടയർമെന്റ് ലൈഫ് വെസ്റ്റീജിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നു, ലോകരാജ്യങ്ങൾ ചുറ്റിക്കാണാൻ പറ്റുന്നു, ലക്ഷറി കാർ വാങ്ങാനും ലക്ഷറി വീട് വെക്കാനും പറ്റുമെന്ന് ഒരിക്കൽ കൂടി അവരെ ധരിപ്പിക്കുമ്പോൾ അവർക്ക് ഇതിന്റെ വ്യാപ്തി മനസ്സിലാവും. അപ്പൊ വൺ സൈഡ് പ്രോഡക്റ്റിന്റെ ഗുണങ്ങളും അനദർ സൈഡ് ബിസിനസിന്റെ ഗുണങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ആ ഫാമിലിയുടെ സ്ട്രൈറ്റ് അവേ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർ, മാഡം, ഇനി നിങ്ങൾക്കൊരു കസ്റ്റമർ ആയിട്ട് ഇരുന്നാൽ മാത്രം മതിയാ, ഇതൊരു ബിസിനസ് ആയിട്ട് കൂടെ ചെയ്യണമോ? ഈ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു കസ്റ്റമർ ആയിട്ട് മാത്രം ഇരുന്നാൽ മതിയോ, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സും കൂടെ ഓൺ ചെയ്യണം. അവരെന്താ പറയാ, കൺസ്യൂമർ കം ബിസിനസ് ഓണർ. ഒരു കൺസ്യൂമർ ആയിക്കൊണ്ട് തന്നെ ഞങ്ങൾക്കും ഈ വെസ്റ്റീജ് ബിസിനസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ അവരെ കയ്യിലെടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെ നമ്മൾ കയ്യിലെടുത്തിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അവരുടെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവരോടൊന്ന് പറയണം. ഒന്നാമത്തെ പോയിന്റ്, ഈ ബിസിനസിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും പറഞ്ഞു കൊടുത്തു. സോ ഇനി ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ മൈൻഡിലേക്ക് ബിസിനസിന്റെ വ്യാപ്തികളെല്ലാം മനസ്സിലാക്കി കൊടുത്തു. ദെൻ അതിനുശേഷം അവരോട് പറയേണ്ടത്, നിങ്ങൾ വീക്കിലി വൺസ് ഉള്ള ഒരു മീറ്റിംഗിലും റെഗുലർ ആയിട്ടുള്ള ലീഡേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ 2 കാര്യങ്ങൾ ആഴ്ചയിൽ 2 മണിക്കൂർ മാറ്റിവെക്കാനുള്ള ഒരു മനസ്സ് വേണമെന്ന് അവർ ഈ സമയത്ത് ധരിപ്പിക്കണം. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒരിക്കലുള്ള മീറ്റിംഗ്. അത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം.
നമ്മുടെ ലീഡേഴ്സുമായിട്ടുള്ള നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വീക്കിലി മീറ്റിംഗിലേക്കും അല്ലെങ്കിൽ മന്ത്ലി നടക്കുന്ന ഒരു സെമിനാറിലേക്കും അവർ വരാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഈ ബിസിനസ് ഒരിക്കലും വിട്ടുപോകില്ല. അതുകൊണ്ട് വീക്കിലി നടക്കുന്ന മീറ്റിംഗ് ഹൈലൈറ്റ് ചെയ്യണം. ലീഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും വളരെ കറക്റ്റ് ആയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഈ സമയത്ത് ഈ കമ്മിറ്റ്മെന്റ് അവരോട് എടുക്കണം. ഈ കമ്മിറ്റ്മെന്റ് അവരോട് എടുത്താൽ പിന്നെ ആ കമ്മിറ്റ്മെന്റിൽ നിന്ന് അവർക്ക് ലൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അവർക്ക് ബിസിനസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ബിസിനസ്സിലെ കമ്മിറ്റ്മെന്റ് ഇന്ന പാർട്ടാണെന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് അവരെ ധരിപ്പിക്കാം. ഓക്കെ, സോ അതിനുശേഷം അവരുടെ കൂടുതലിരുന്ന് ഈ ബിസിനസ് ആർക്കൊക്കെ കാണിച്ചു കൊടുക്കണം, അവരുടെ ഡയറിയിൽ ഒരു ലിസ്റ്റ് എഴുതിക്കണം. ലിസ്റ്റ് എഴുതുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 100 മുതൽ 200 വരെയെങ്കിലും ലിസ്റ്റ് ഗ്രാജുവലി ബിൽഡ് ചെയ്യണമെന്ന് അവരോട് പറയുക. ഗ്രാജുവലി, ഒറ്റയടിക്കല്ല, പതുക്കെ പതുക്കെ. ആ ഫ്രണ്ട്സിന്റെ രീതി ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അറ്റ്ലീസ്റ്റ് 30 പേരുടെയെങ്കിലും ലിസ്റ്റ് ആ സമയത്ത് അവിടെ ഇരുന്ന് എഴുതി ഉണ്ടാക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 30 പേരുടെയെങ്കിലും ലിസ്റ്റ് എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ ലിസ്റ്റ് എഴുതുമ്പോൾ അവർക്ക് അറിയില്ല ഏതൊക്കെ ആൾക്കാരാണ് മീറ്റ് ചെയ്യേണ്ടത്. പ്രോസ്പെക്ട് എന്താണ്, സസ്പെക്ട് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതാണ്. പ്രോസ്പെക്ട് ആരാണ്, സസ്പെക്ട് ആരാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ സസ്പെക്റ്റും പ്രോസ്പെക്റ്റും ആരെന്ന് അവരെ ഒന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സസ്പെക്റ്റിന്റെ അടുത്തേക്ക് പോയിട്ട് ബിസിനസിനെ പറ്റി സംസാരിക്കാൻ പോയാൽ ഈ സസ്പെക്റ്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറെ ചിലപ്പം കില്ല് ചെയ്ത് കളയും, മെന്റലി തകർത്ത് കളയും. അതോടുകൂടി നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ ചിലപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലാതായി പോകാം. അതുകൊണ്ട് തന്നെ പ്രോസ്പെക്റ്റ് ആര്, സസ്പെക്റ്റ് ആരെന്നൊന്ന് പഠിപ്പിച്ചാൽ നല്ലതാണ്. അതൊന്ന് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് മനസ്സിലായും. 2 പേരോ 4 പേരോ നോ പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും കളിയാക്കിയാലും അവർക്കത് ഫീൽ ആവില്ല. അതുകൊണ്ട് പ്രോസ്പെക്റ്റ്, സസ്പെക്റ്റ് അവരെ പഠിപ്പിക്കുക. ദെൻ കൂടുതലിരുന്ന് അറ്റ്ലീസ്റ്റ് 30 പേരുടെയെങ്കിലും ഒരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കണം. ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയതിന് ശേഷം അവരെ ഇൻവിറ്റേഷൻ ടെക്നിക്ക് ഒന്ന് പഠിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇൻവിറ്റേഷൻ ടെക്നിക്ക് അതാണ് ഏറ്റവും, അത് നമ്മൾ വോയിസ് ക്ലിപ്പ് ഇട്ട് ഇൻവിറ്റേഷൻ ടെക്നിക്ക് പഠിപ്പിച്ചാലും തെറ്റില്ല. വോയിസ് ക്ലിപ്പ് ഇട്ട് ഇൻവിറ്റേഷൻ ടെക്നിക്ക് പഠിപ്പിക്കണം. കാരണം നമുക്കറിയാം, ഈ വോയിസ് ക്ലിപ്പ് ഇട്ട് ഇൻവിറ്റേഷൻ ടെക്നിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ അവരുടെ വീട്ടിൽ ആക്ടിവേഷൻ പോകുന്ന സമയത്ത് ഈ ടൂൾസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ 10 കോർ സ്റ്റെപ്പ് അല്ലെങ്കിൽ 4/6 ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ നോളജുകൾ അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവരെ കേൾക്കേണ്ട യൂട്യൂബ് ലിങ്ക് ആണ് 10 കോർ സ്റ്റെപ്പ്. ഈ 10 സ്റ്റെപ്പ് ഇപ്പൊ നമുക്കറിയാം മിറാക്കിൾ മോർണിംഗില് പല സ്റ്റെപ്പുകളായിട്ട് അത് ഓരോ 30-40 മിനിറ്റിലും വന്നിട്ടുണ്ട്. അത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ, കേൾക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വോയിസ് ക്ലിപ്പുകൾ കൊടുക്കാം. അല്ലെങ്കിൽ ആക്ടിവേഷൻ നടക്കുന്ന ഈ ഹോം മീറ്റിംഗ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ആ സമയത്ത് വോയിസ് ക്ലിപ്പ് കൊടുത്ത് അവരെ പഠിപ്പിച്ച് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻവിറ്റേഷൻ എടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക. പലപ്പോഴും അവരുടെ എക്സൈറ്റ്മെന്റ് കൊണ്ട് അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ സംസാരിക്കുക. അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. തുടക്കത്തിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മിസ്റ്റേക്കുകൾ കാണിക്കാതെ വളരെയധികം ശ്രദ്ധിക്കണം. അവരെ നേരായ വണ്ണം പഠിപ്പിക്കണം. അവർ ചെയ്യുന്ന ഓരോ ഇൻവിറ്റേഷനും പ്രോപ്പർ ആണെന്ന് നമ്മൾ ബോധ്യപ്പെടണം. അവരെ കൊണ്ട് ഇൻവൈറ്റ് ചെയ്യിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇരുന്നിട്ട് വേണം ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇൻവിറ്റേഷൻ ടെക്നിക്ക് പഠിപ്പിക്കുക. ആ 30 പേരുടെ ലിസ്റ്റ് എടുക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ജോലി അവരുടെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ഡേയ്സിനുള്ളിൽ അവിടെ ആദ്യത്തെ ഹോം മീറ്റിംഗ് നടക്കണം. ഫസ്റ്റ് ഹോം മീറ്റിംഗ് ജോയിൻ ചെയ്ത് 5 ഡേയ്സിനുള്ളിൽ നടക്കണം. അപ്പൊ നമ്മൾ ആക്ടിവേഷൻ നടത്തി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബാം എന്ന് പറയും, ബുക്ക് എ മീറ്റിംഗ്. അവരുടെ വീട്ടിലേക്ക് ആ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഇൻവിറ്റേഷൻ ടെക്നിക്ക് അവരെ പഠിപ്പിച്ചതനുസരിച്ച് നമ്മളൊരു ഹോം മീറ്റിംഗിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാതെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. ഒരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യാതെ ആക്ടിവേഷൻ കഴിഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ചാനലിൽ അല്ല, നമ്മളെ സിസ്റ്റത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യക്തമായിട്ട് പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ ജോയിൻ ചെയ്യിപ്പിച്ച് 5 ആക്ടിവേഷൻ നടന്നുവെങ്കിൽ 5 ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കണം. ഫസ്റ്റിലെ ഒരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യുക, പ്ലാൻ പ്രസന്റേഷൻ, പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ എല്ലാം അവിടെ നടക്കണം. ദെൻ
അടുത്ത 5 ഡേയ്സിനുള്ളിൽ ഒരു ഹോം മീറ്റിംഗ് കൂടെ അവിടെ കണ്ടക്ട് ചെയ്യണം. അപ്പോഴും പ്രോഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ, പ്ലാൻ പ്രസന്റേഷൻ അവിടെ നടന്നിരിക്കണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ എടുക്കാം. ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ പ്ലാൻ എടുക്കാൻ സാധിക്കുള്ളൂ. ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാം. ചില സ്ഥലങ്ങളിൽ പ്ലാൻ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ നടത്താം, നോ പ്രോബ്ലം. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ, പ്രോഡക്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, പ്ലാൻ എടുക്കാൻ പറ്റുന്നില്ല, നോ, ഒരു പ്രോബ്ലം ഇല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു ഹോം മീറ്റിംഗ് ചെയ്യണം, അടുത്ത 5 ഡേയ്സിനുള്ളിൽ അടുത്ത ഹോം മീറ്റിംഗ് ചെയ്യണം. ദെൻ അതിനുശേഷം പറ്റുമെങ്കിൽ ആ വീട്ടിൽ ഒരു സ്പെഷ്യൽ വെൽനസ് ട്രെയിനിങ് നടത്തിയാൽ നന്നായിരിക്കും. ആരോഗ്യത്തെ പറ്റി മാത്രം അറിയിക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കണം. വെൽനസ് പ്രസന്റേഷൻ ഒരെണ്ണം നടക്കണം. യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ കോസ്മെറ്റിക് ട്രെയിനിങ് അവിടെ ഒരെണ്ണം, ഒരു ഡെമോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അഗ്രികൾച്ചർ ഏരിയ ആണെങ്കിൽ അഗ്രികൾച്ചർ കർഷകരെ വിളിച്ചു കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് അഗ്രികൾച്ചർ പ്രോഡക്ട്സിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻ. അപ്പൊ എത്ര ഹോം മീറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക്. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് അറ്റ്ലീസ്റ്റ് 3-4 ഹോം മീറ്റിംഗെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ഹോം മീറ്റിംഗിൽ മിനിമം ഒരു 5-6 പേരെങ്കിലും എങ്ങനെ പോയാലും വരും. ആ ഹോം മീറ്റിംഗ് കൂടെ അവിടെ കറക്റ്റ് ആയിട്ട് നടത്തണം. അപ്പൊ 1-2-3 മീറ്റിംഗ്സിൽ അവിടെ നടക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ബിസിനസ് പ്ലാനോ പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലീഡർ ആരായാലും വൈറ്റ് ബോർഡൊക്കെ വെച്ച അവിടെ പ്രസന്റേഷൻ നടക്കുന്നു. പ്രസന്റേഷൻ നടക്കുമ്പോൾ നമ്മളുടെ ഈ ആക്ടിവേഷൻ കഴിഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർ ഫാമിലി ആ ഹോം മീറ്റിംഗ് നടക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് നോട്ട് എഴുതിയെടുക്കുന്ന ഒരു ശീലം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോട്ട് എഴുതിയെടുക്കുന്ന ഒരു ശീലം. നോട്ട് എഴുതിയെടുക്കുന്ന ഒരു ശീലം അവരെ ഉണ്ടാക്കിയെടുത്താൽ, ആ ഒരു ഹാബിറ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അവരെവിടെ പോയാലും ഡയറി കൊണ്ടുപോകും, എവിടെ പോയാലും നോട്ട് എഴുതിയെടുക്കും. ഇത് നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളത് ചെയ്യിപ്പിക്കണം. നമ്മൾ ഡയറി എടുത്തിരിക്കുക, അവർ ഡയറി എടുത്തിരിക്കും. കാരണം ഇതൊരു ലീഡർഷിപ്പ് ഡ്രിവൺ ബിസിനസ് ആണ്, മാനേജ്മെന്റ് ബിസിനസ് അല്ല. മാനേജറും ലീഡറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മാനേജർ എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കും, ലീഡർ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇത് ലീഡർഷിപ്പ് ഡ്രിവൺ ബിസിനസ് ആണ്. നമ്മൾ ഇതെല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഡൗൺലൈൻ ചെയ്യും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ സമയത്ത് നോട്ട് എഴുതിയെടുക്കുക. അപ്പൊ 2-3 ഹോം മീറ്റിങ്ങിന്റെ നോട്ട് എഴുതിയെടുക്കുന്നു. അതിനുശേഷം ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരു ഹോം മീറ്റിങ്ങിലേക്ക് ആൾക്കാരെ വിളിച്ചാൽ വരത്തില്ല. ദെൻ അവരുടെ കൂട്ടത്തിലിരുന്ന് പേഴ്സണൽ പ്ലാൻ കൊടുക്കാനായിട്ട് 1-to-1 പ്ലാൻ, 1-on-1 പ്ലാൻ കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കെങ്കിലും പ്ലാൻ കൊടുക്കാൻ തീരുമാനിക്കുക. ചിലപ്പം നമ്മളുടെ കാറിലായിരിക്കും പ്ലാൻ കൊടുക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ പ്രോസ്പെക്റ്റിന്റെ കാറിലോ ബൈക്കിലായിരിക്കും പ്ലാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ പ്ലാൻ കാണിക്കാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എവിടെ പോയിട്ട് നമ്മൾ പ്ലാൻ കാണിച്ചാലും, എവിടെ പോയി നമ്മൾ പ്ലാൻ കാണിച്ചാലും നമ്മുടെ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ നോട്ട് എഴുതിയെടുക്കണം എന്ന് പറയണം. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ആദ്യമേ അവരുടെ വീട്ടിൽ 2-3 ഹോം മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തു. ആ 3 മീറ്റിംഗ് അവർ നോട്ട് എഴുതിയെടുത്തു. അവർക്ക് വേണ്ടി 2-3 ദിവസം കൊണ്ട് ഒരു 10-12 1-to-1 പ്രസന്റേഷൻ നമ്മൾ ചെയ്തു. ഈ 1-to-1 പ്രസന്റേഷൻ അവർ ചെയ്തത് അതും അവർ നോട്ട് എഴുതിയെടുത്തു. അപ്പൊ നമ്മൾ 10-12 1-to-1 ചെയ്തു, 2-3 ഹോം മീറ്റിംഗ് ചെയ്താൽ നമ്മുടെ 12, 14, 15 പ്ലാൻ അവർ എഴുതിയെടുക്കും. പണ്ട് സ്കൂളില് പഠിച്ചുകൊണ്ടിരുന്നപ്പോ എംബോസിഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണ്? ആ എംബോസിഷൻ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് തറവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ എംബോസിഷൻ എഴുതുന്ന പോലെ എഴുതി 10, 12, 14 തവണ പ്ലാൻ എഴുതിയെടുത്താൽ ഈസി ആയിട്ട് അവരൊരു പ്രസന്ററായിട്ട് മാറാൻ സാധിക്കും. അതായത് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് അവർ ഈ ബിസിനസ്സിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതിനുശേഷം അവർക്ക് വേണ്ടി പ്ലാനുകൾ കാണിച്ച് അവരെല്ലാം എഴുതിയെടുത്ത് അവർക്ക് വേണ്ടി 10-15 പ്ലാനുകൾ കാണിച്ചു കൊടുത്ത് അവരെ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അവരൊരു പ്രസന്ററായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്. സോ അതുകൊണ്ട് തന്നെ പ്ലാൻ പ്രസന്റേഷൻ പഠിപ്പിക്കാൻ പ്രത്യേകം ഒരു സമയം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഡൗൺലൈൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ നോട്ട് എഴുതിയെടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കും. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? പ്രസന്റേഴ്സിന്റെ നിരകൾ വർദ്ധിക്കുന്ന ഒരു അവസ്ഥ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പ്രസന്റേഴ്സിന്റെ നിര വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
വളരെ വലിയൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് അവിടെ ഉണ്ടായി വരും. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രസന്റേഷൻ ചെയ്തു. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കറിയാം. ഇന്ന് വിന്നിംഗ് ടീമിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് സ്റ്റെപ്പായിട്ടുള്ള 500 PV സർക്കിളിലേക്ക് അവരെ എത്തിക്കുക. ഫസ്റ്റ് ഒരാഴ്ച പോലും വേണ്ട. ഫസ്റ്റ് ഒരു ഹോം മീറ്റിംഗ് ചെയ്താൽ അവർ 500 PV സർക്കിളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആക്ടിവേഷൻ പ്രോസസ് ചെയ്ത് ഹോം മീറ്റിംഗിലേക്ക് കൊണ്ടുവന്ന് ഹോം മീറ്റിംഗ് ചെയ്ത് എടുക്കുന്ന റിസൾട്ടിലൂടെ 3 സ്റ്റേജുകളിലൂടെ അവരുടെ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് മന്തിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ഡയറക്ടർ ആക്കി അവരെ ക്വാളിഫിക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് അവരെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കാം. ഫസ്റ്റ് 4500 PV, അതാണ് ആദ്യത്തെ ടാർഗറ്റ്. അതിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് 4500 PV എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് അവരെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അവർ ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ഡയറക്ടർ ആവാനായിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്യും. സപ്പോസ് ഇനി അവർക്ക് അതിന് പറ്റിയില്ല എങ്കിൽ ഫസ്റ്റ് മന്തിൽ എന്താണ് 12%ലേക്കെങ്കിലും എത്തിക്കുക. 2000-2500 PV ആദ്യത്തെ മാസം അവരെ എത്തിക്കണം. നിർബന്ധമായിട്ടും 2500 PV എത്തിക്കണം. സെക്കൻഡ് മന്തിൽ അവരെ ബ്രോൺസ് ഡയറക്ടറായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഒറ്റ മാസം കൊണ്ട് 4500 PV കംപ്ലീറ്റ് ചെയ്യുക, ബ്രോൺസ് ഡയറക്ടർ കംപ്ലീറ്റ് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ഡയറക്ടർ ആക്കുക. അതിന് സാധിച്ചില്ലെങ്കിൽ 2 മാസം കൊണ്ട് ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സ്റ്റേജ് അവരെ പഠിപ്പിക്കണം. 2500 PV ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്തിൽ 3000 PV അല്ലെങ്കിൽ 3500 PV. ഓട്ടോമാറ്റിക് ആയിട്ട് 2 മാസം കൊണ്ട് ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സ്റ്റേജ് ആയി. തേർഡ് സ്റ്റേജ് ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറെ ഫസ്റ്റ് മന്തിൽ 1000 PV എങ്കിലും ക്രോസ് ചെയ്യിപ്പിക്കണം. സെക്കൻഡ് മന്തിൽ 2500 അല്ലെങ്കിൽ 2000 PV ക്രോസ് ചെയ്യിപ്പിക്കണം. തേർഡ് മന്തിൽ 3000 PV കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ 90 days കൊണ്ട് ബ്രോൺസ് ഡയറക്ടർ ആവണം. അത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. 60 days കൊണ്ട് ബ്രോൺസ് ഡയറക്ടർ ആവുന്ന ഒരു കാര്യം അത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. 30 days കൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് ബ്രോൺസ് ഡയറക്ടർ ആവുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ 3 പ്രോസസ്സും നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ് ആയിട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നമുക്ക് വളർത്തി വലുതാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ ആക്ടിവേഷൻ നടത്തി പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഫസ്റ്റ് 15 to 21 days, 15 മുതൽ 21 ദിവസം വരെ അവരെ ഒരു ചെറിയ കുഞ്ഞിന്, ഒരു അമ്മ, ഒരു ലേഡി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 90 days കൊടുക്കുന്ന കെയർ അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് നമ്മൾ കൊടുക്കേണ്ട കെയർ. അതിലൊരു കാരണവശാലും വ്യത്യാസം വരരുത്. അവർ വിളിച്ചില്ലല്ലോ, അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഡൗൺലൈൻ ആദ്യത്തെ 2-3 ആഴ്ച ഇങ്ങോട്ട് വിളിക്കണം എന്ന് ചിന്തിക്കരുത്. അവരെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കണം. 2 weeks 3 weeks അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് വിളിപ്പിക്കുക, അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് വിളിപ്പിക്കുക, ഇങ്ങോട്ട് വിളിപ്പിക്കുക, വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുക, വിളിച്ച് അവരുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. 2-3 weeks കൊണ്ട് ഒരു അച്ചീവ്മെന്റിലേക്ക് എടുക്കുമ്പോൾ അവരും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ട്രെയിൻ വരാത്ത രീതിയിൽ, ഒരിക്കലും അകന്നു പോകാത്ത രീതിയിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ഒരു പക്ഷെ ഒരു ബ്രോൺസ് ഡയറക്ടർ ആവാനും അല്ലെങ്കിൽ എന്താ പറയുക ഒരു 12% എത്താനും അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും അവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ആദ്യത്തെ 2-3 ആഴ്ചകൾ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു ബിസിനസ്സിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പ്രോസസ്സിലൂടെ കടന്നു വരാൻ പറ്റും എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവരെ പഠിപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു റിസൾട്ടിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ബേസിക് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ കൂടെ വരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും ഇന്നാക്റ്റീവായി പോകത്തില്ല. അവരെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പ്രവണതയിലൂടെ എല്ലാവരും ബ്രോൺസിലേക്കും സിൽവറിലേക്കും ഗോൾഡിലേക്കും ഉയർത്താനും ഉയർത്തിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ. താങ്ക് യു സാർ. ഇന്നത്തെ ഒരു പ്രഭാതം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി മാറി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു സാധാരണക്കാരൻ മുതൽ ഉന്നത തലത്തിൽ നിൽക്കുന്നവർക്ക് വരെ
ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ ടൂളാണ് ഇന്ന് നമുക്ക് സാറിലൂടെ കേൾക്കുവാൻ ഇടയായത്. ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ജോയിൻ ചെയ്താൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഈ ബിസിനസിന്റെ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. കാരണം നമ്മളൊക്കെ സാമൂഹിക ജീവികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടിയത് മറ്റു വ്യക്തികളുമായിട്ടുള്ള ഒരു വലിയ ബന്ധം, ഒരു സൗഹൃദ വലയം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഒപ്പം നാം എന്താണോ ആഗ്രഹിച്ചത് ആ നിലയിലേക്ക് എത്തിച്ചേരാനും സഹായിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ഈ ബിസിനസ്സിനെ വളർത്തുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വിന്നിംഗ് ടീമിന്റെ ടൂൾസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് പ്രോഡക്റ്റ് ഡെമോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതിയ അറിവുകളായിരിക്കും. അപ്പൊ ഈ അറിവുകൾക്ക് നൂതനത പകർന്നു കൊടുത്തുകൊണ്ട് അവർ ആ ബിസിനസിന്റെ ബ്യൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ ഇൻഫർമേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫർ, ഇന്ന് വരെ ഒരു ആളും കാണാത്തതും കേൾക്കാത്തതുമായ വളരെ ആങ്സൈറ്റിയോടുകൂടി നമുക്കത് പറയാൻ സാധിക്കുന്നതാണ്. വർഷങ്ങളായി നമ്മൾ സൂപ്പർ മാർക്കറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഇന്ന് വരെ നമുക്ക് ആരും ഒരു ഫ്രീ പ്രോഡക്റ്റ് തന്നിട്ടില്ല. അപ്പൊ അതിന്റെ മഹാത്മ്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ മേഖലയിലേക്ക് വഴിതെളിക്കുവാൻ സാധ്യമാകും. അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ മീറ്റിങ്ങുകളിൽ പങ്കുകൊള്ളാനുള്ള ആ നല്ല നിർദ്ദേശം, ഇങ്ങനെ കുറെ സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ തീർച്ചയായും ആരെയാണോ നമ്മൾ ജോയിൻ ചെയ്തത് അവരിലേക്ക് ഒരു വലിയ പ്രതീക്ഷയുടെ നാമ്പുകൾ മുളയെടുക്കാൻ സാധിക്കും. ആ നാമ്പുകൾക്കാണ് നമ്മൾ വെള്ളവും വളവും കൊടുക്കുവാൻ ഇടയാവുന്നത്. ആ വെള്ളവും വളവുമാണ് അവരുടെ ജീവിതത്തിൽ അവര് കണ്ടെത്തേണ്ട ലിസ്റ്റുകള്, അവര് മീറ്റിങ്ങിൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള കാര്യം, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു വലിയ അസോസിയേഷൻ, ഒരേ ചിന്താഗതികളോടുള്ള ഒരു കൂട്ടായ്മ, ഇതൊക്കെ വരുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതുക്കത്തിലേക്ക് വരുവാൻ തക്കവണ്ണം സാധ്യമാകും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു അച്ചീവ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല നിലയിലേക്ക് ഒരാളെ എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. നല്ല നിർദ്ദേശമായിരുന്നു. വലിയ ഒരു ഇൻഫർമേറ്റീവ് ആയ കാര്യങ്ങളാണെന്ന് നമ്മുടെ സുരേഷ് സാറിൽ നിന്ന് നമുക്ക് ലഭിക്കാനിടയായത്. സാറിനുള്ളതായ കമന്റുകൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും ആ ഒരു വലിയ നേതൃത്വം ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും അനേക കുടുംബങ്ങളിലേക്ക് സമൃദ്ധി എത്തിച്ച് നല്ല ഇൻഫർമേഷൻ നൽകുന്ന പ്രിയ സുരേഷ് കുമാർ സാറിനെ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾ എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും എല്ലാ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. സാറിനോടുള്ളതായ നമ്മുടെ കടപ്പാടുകളും സ്നേഹവും ചാറ്റ് ബോക്സിലൂടെ സാറിനെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു വെൽ. താങ്ക് യു ഓൾ.